ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെയുള്ള എൻ്റെ കുറച്ച് പണികളാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. രാവിലെ ഞാൻ കപ്ലങ്ങ അരിഞ്ഞിട്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മോരൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ ചട്ടിയിലേക്ക് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കൊള്ള് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മുതിര കൊള്ള് എന്നൊക്കെ പറയും, പാലക്കാട് കൊള്ള് എന്നാണ് പറയുക കേട്ടോ. അത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് ഉപ്പേരി കൂടി വെക്കണം. അപ്പോൾ നമ്മുടെ കപ്ലങ്ങ മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ഇട്ടിട്ട് നമ്മൾ മൺചട്ടിയിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്ലങ്ങ ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാനതിലേക്ക് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടൊന്ന് നമുക്ക് ആ പച്ച തേങ്ങയുടെ ആ പച്ച ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നീടാണ് നമ്മൾ അതിലേക്ക് മോര് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു കറി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ രീതിയിലുള്ള കറിയാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടുകൊക്കെ വറുത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ കുമ്പളങ്ങ ഇങ്ങനെ വയ്ക്കും, വെള്ളരി ഇങ്ങനെ വയ്ക്കും. ഇതൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. പണ്ടത്തെ ഒരു കറികളാണ് ഇതൊക്കെ. എനിക്ക് ഇങ്ങനത്തെ കറികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ കറി ഒരു മീൻ വറുത്തേക്ക് ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറി വയ്ക്കാറുണ്ട്. നമ്മുടെ പറമ്പിൽ തന്നെ ഒരു കപ്ലങ്ങയുണ്ട്, അതിൽ നിറയെ കപ്ലങ്ങയുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പേരിയും കറിയൊക്കെ വയ്ക്കാറുണ്ട്. കപ്ലങ്ങ നമ്മുടെ ശരീരത്തിന് നല്ലതാണല്ലോ, വളമൊന്നും ഇടാത്തതായതുകൊണ്ട് നമുക്ക് നല്ലതാണ്. അപ്പോൾ അത് നമ്മുടെ കപ്ലങ്ങയിലേക്ക് ഞാൻ മോരൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. മോരൊഴിച്ചാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ മോരെല്ലാം പിരിഞ്ഞു പോവും, കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിന് ശേഷം കടുക് താളിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അധികം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഒന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ മുതിര ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അതൊന്ന് നമുക്ക് കടുക് താളിച്ചിട്ടെടുക്കണം, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചീഞ്ചട്ടി എടുത്ത് വെച്ചു. അതിലേക്ക് പിന്നെ ഇതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതൊക്കെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കൊള്ള് ഇട്ട് കൊടുക്കണം കേട്ടോ. കൊള്ള് പറഞ്ഞാൽ മുതിരയാണ്. നമ്മുടെ പാലക്കാടൊക്കെ ഇതിന് കൊള്ള് എന്നാണ് പറയുക. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി നമുക്ക് 2-3 മാങ്ങ തന്നിട്ടുണ്ട്. അപ്പം അത് നമുക്ക് അച്ചാറിട്ട് എന്തെങ്കിലും ചെയ്യാം. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പഴം ഉണ്ടായിരുന്നു, അത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂടായതുകൊണ്ട് പഴവും പാലൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് അത് മിക്സിയിലേക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റിയ എൻ്റെ കൂടെ ഉണ്ട്. അവൾ ആ മാങ്ങ മുളകും പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ്ണം എനിക്ക് വേണം പറഞ്ഞിട്ട് എടുക്കുകയാണ്.
അപ്പോൾ അതാ നമ്മുടെ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു രീതി നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ് ബായ്.